രാജ്ഭവനിൽ താൻ പങ്കെടുത്ത പരിപാടിയിൽ നിന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയതിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് അതൃപ്തി അറിയിക്കാൻ ഗവർണർ തയ്യാറാകുന്നു. രാജ്ഭവൻ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങുകളിൽ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകും. ഭാരതാംബ ചിത്രം ഉണ്ടാകില്ലെന്ന് അറിയിച്ചു എന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണെന്നും രാജ്ഭവൻ വൃത്തങ്ങൾ. സത്യപ്രതിജ്ഞ പോലുള്ള പരിപാടികളിൽ പക്ഷേ ചിത്രം ഉണ്ടാകില്ല. അതേസമയം ചിത്രം ഒഴിവാക്കുമെന്ന് രാജ്ഭവൻ അറിയിച്ചെന്നാണ് മുഖ്യമന്ത്രിക്ക് പിന്നാലെ ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. ആർക്കും ഈ സാധ്യത പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇടയ്ക്ക് അദ്ദേഹം ഗവൺമെൻറ് അറിയിച്ചല്ലോ, ഇനി മേലാൽ ഈ കാര്യം അങ്ങനെ ഉണ്ടാവില്ലെന്ന് അറിയിച്ചല്ലോ. മന്ത്രിമാരുടെ വീടും ഓഫീസും രാജ്ഭവനും എന്നെല്ലാം പറഞ്ഞാൽ അവിടെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ചിഹ്നങ്ങളും ഇഷ്ടപ്പെട്ട പ്രതിമകളും കൊണ്ടുവച്ച് പൂജിക്കാൻ വേണ്ട സ്ഥലമൊന്നുമല്ലല്ലോ. ഗവർണർക്കും ബോധ്യപ്പെട്ടു എന്നാണ് തോന്നുന്നത്. കാരണം പിന്നീട് അതിലൊരു വിശദീകരണം വന്നത് ഔദ്യോഗിക പരിപാടികളിൽ ഇത്തരത്തിലുള്ള ഒരു ചിഹ്നവും വെക്കില്ല എന്ന് തന്നെ അറിയിക്കുന്ന നില രാജ്ഭവൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത്തരമൊരു പ്രസ്താവന നൽകുന്നതിനിടയായത് ഈ സ്വീകരിച്ച നടപടിയിൽ എന്തോ അപാകതയുണ്ട് എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ. ഏതായാലും സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാണ്. അത് അംഗീകൃത നടപടിക്രമങ്ങളനുസരിച്ച് മാത്രമേ പരിപാടികൾ നടത്താൻ പാടുള്ളൂ. ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ചുള്ള എന്തെങ്കിലും പ്രദർശനം അവിടെ നടത്താൻ പറ്റില്ല. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ദിലീപ് കുമാർ വീണ്ടും മോർണിംഗ് ഷോയിൽ ചേരുന്നു. ദിലീപ് കുമാർ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. SKN ഭാരതാംബ ചിത്രം ഒഴിവാക്കുമെന്ന് അറിയിച്ചിരുന്നതായാണ് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും അവകാശപ്പെട്ടത്. പക്ഷേ അത്തരം ഒരു അറിയിപ്പ് രാജ്ഭവന്റെ ഭാഗത്തു നിന്നോ ഗവർണറുടെ ഭാഗത്തു നിന്നോ സർക്കാരിന് നൽകിയിരുന്നില്ല. ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പി ശ്രീകുമാർ ഈ വിവാദം കത്തി നിൽക്കെ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനമുണ്ടായിരുന്നു. ആ ലേഖനത്തിലാണ് രാജ്ഭവന്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചിരുന്നത്. അതിൽ പറഞ്ഞിരുന്നത് ഇത്തരം പരിപാടികൾ, അതായത് സത്യപ്രതിജ്ഞ പോലുള്ള പരിപാടികൾ, അതിൽ വിളക്ക് തെളിയിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഭാരതാംബ ചിത്രവും വിളക്ക് തെളിക്കലുമൊക്കെ അത്തരം പരിപാടികളിൽ ഒഴിവാക്കുമെന്ന കാര്യം ആ ലേഖനത്തിലാണ് പറഞ്ഞിരുന്നത്. സർക്കാരിനെ അക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ രാജ്ഭവൻ വൃത്തങ്ങൾ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ പരിപാടിയിൽ നിന്ന് രാജ്യ പുരസ്കാർ സമർപ്പണ ചടങ്ങിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ ആ പുരസ്കാരം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയിരുന്നു. അത് ഭാരതാംബ ചിത്രത്തിൽ വിളക്ക് കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ് വിദ്യാഭ്യാസ മന്ത്രി ഇറങ്ങിപ്പോയത്. ആ ബഹിഷ്കരണത്തിൽ ഗവർണർക്ക് കടുത്ത അതൃപ്തിയുണ്ട്. അക്കാര്യം മുഖ്യമന്ത്രിയെ നേരിട്ട് തന്നെ അറിയിക്കാനാണ്, അടുത്തതായി ഗവർണറും മുഖ്യമന്ത്രിയും കാണുമ്പോൾ ഈ അതൃപ്തി നേരിട്ട് അറിയിക്കാനാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും സർക്കാരും ഗവർണറും ഈ വിഷയത്തിൽ രണ്ട് ധ്രുവങ്ങളിൽ തന്നെയാണ് ഇപ്പോഴുമുള്ളത്. അതേസമയം രാജ്ഭവനിൽ ഈ സർക്കാർ പരിപാടികൾ നടത്തിയാൽ മാത്രമേ ഈ വിളക്ക് കൊളുത്തൽ, അങ്ങനെ അതായത് ഉദ്ഘാടന ചടങ്ങുകൾക്ക് മാത്രമേ ഈ വിളക്ക് കൊളുത്തൽ വിഷയം വരുന്നുള്ളൂ. അതുകൊണ്ട് സർക്കാരിനാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുക. അതുകൊണ്ട് സർക്കാരാണ് ആ നിലപാട്, അല്ലെങ്കിൽ തുടർന്ന് ഇനി ഇത്തരം ഉദ്ഘാടന ചടങ്ങുകൾ വേണമോ വേണ്ടയോ രാജ്ഭവനിൽ എന്നതൊക്കെ തീരുമാനിക്കേണ്ടത്. പക്ഷേ രാജ്ഭവൻ ആതിഥ്യമരുളുന്ന ഒരു പരിപാടിയിൽ ഉദ്ഘാടന ചടങ്ങുണ്ടെങ്കിൽ അവിടെ ഭാരതാംബയുടെ ചിത്രമുണ്ടാകും, വിളക്ക് കത്തിക്കും എന്നാണ് രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിക്കുന്നത്. SK